ഗൃഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 4/9/1995 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മൂലമാണ് നക്ഷത്രം, മൂലം 4-ാം പാദം. സർക്കാർ ജോലി ലഭിക്കുമോ, വിവാഹം എന്ന് നടക്കും, ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് വിളിക്കുന്ന സമയത്ത്. അതായത് വൃശ്ചിക ലഗ്നത്തിൽ വ്യാഴം, 2-ൽ ചന്ദ്രൻ ഗുളികൻ, 3 ശൂന്യം, 4-ൽ ശനി, 5 ശൂന്യം, 6-ൽ കേതു, 7, 8, 9 ഭാവങ്ങൾ ശൂന്യം, 10-ൽ സൂര്യൻ ശുക്രൻ, 11-ൽ ബുധൻ, 12-ൽ കുജൻ രാഹു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വൃശ്ചിക ലഗ്നത്തിൽ വ്യാഴം വളരെ നല്ലത് തന്നെയാണ്. ലഗ്നത്തിലെ വ്യാഴമൊക്കെ പൊതുവെ നല്ല ഫലങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും 2-ൽ നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നത് കൊണ്ട് വ്യാഴത്തിൻ്റെ ബലത്തെ ഒരല്പസ്വല്പം കുറവ് സംഭവിക്കും, അല്ലെങ്കിൽ കുറവ് ഉണ്ടാക്കും. ധനസ്ഥാനത്താണ് ഗുളികനും ചന്ദ്രനും. മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ ഗുളികനോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവേ ധനസംബന്ധമായിട്ടുള്ള അധിക ചെലവുകൾ, അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അനാവശ്യമായി കാശ് കൈമോശം വരുന്ന അവസ്ഥ, ധനത്തെ ഓർത്ത് മനസ്സ് വിഷമിക്കുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ ആങ്സൈറ്റി പ്രോബ്ലംസ്, അതല്ല എങ്കിൽ ചെറിയ ഡിപ്രഷൻ പോലെയുള്ള സ്റ്റേജസൊക്കെ ഇത്തരക്കാർക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട്. അതിനൊരൊറ്റ കാരണം തന്നെയുള്ളൂ, മനസ്സിൻ്റെ കാരകനായിട്ടുള്ള, മാതൃകാരകനായിട്ടുള്ള ചന്ദ്രൻ ഗുളികനോടൊപ്പം നിൽക്കുന്നു. അത് ഏത് രാശിയിൽ എവിടെ നിന്നാലും ഈ പറഞ്ഞ ഫലങ്ങൾ അനുഭവയോഗ്യം തന്നെയാണ്. ചന്ദ്രനോടൊപ്പം ഗുളികൻ ഒട്ടും ഒരു ഗ്രഹനിലയിലും നല്ല ഒരു കോമ്പിനേഷൻ അല്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് 4-ലാണ് ശനി നിൽക്കുന്നത്. ശനിയുടെ ക്ഷേത്രത്തിൽ തന്നെ, കുംഭത്തിൽ തന്നെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹസ്ഥാനത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7 ഇടവത്തെ ഭരിക്കുന്നത് ശുക്രൻ, നിൽക്കുന്നത് ശത്രുവായ സൂര്യനോടൊപ്പം 10-ൽ കർമ്മസ്ഥാനത്ത്. ശുക്രനും സൂര്യനും പ്രത്യേകിച്ചും ചിങ്ങത്തിൽ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത്തരക്കാരുടെ വിവാഹത്തിൽ ചെറുതായി ഒന്ന് വൈകും. വിവാഹം നടക്കും, നല്ല വിവാഹം തന്നെയായിരിക്കും, ചെറുതായി വൈകും. അത് സ്വാഭാവികമാണ്. ഒരുപാട് പേർക്ക് അത്തരം അനുഭവങ്ങൾ കണ്ടുവരുന്നുണ്ട്. എന്നാൽ 100-ൽ 100 പേർക്കും അങ്ങനെ തന്നെയാണ് എന്നതിന് ഒരിക്കലും അർത്ഥമില്ല. വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രനായതുകൊണ്ടും അത് ശത്രുവായ സൂര്യനോടൊപ്പം നിൽക്കുന്നതുകൊണ്ടും ഇത്തരക്കാരുടെ വിവാഹം പൊതുവെ ഒരല്പം കാലതാമസം വിവാഹത്തിന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ വിവാഹശേഷം ഇവർക്കിടയിൽ ഉണ്ടാകാം. മുൻകോപമുള്ള, അത്യാവശ്യം കടുംപിടുത്തങ്ങളും പോസിറ്റീവായ സെൻസിൽ വാശിയും ഒക്കെ ഉള്ള ഒരാളായിരിക്കും ഇദ്ദേഹത്തിന് പത്നിയായിട്ട് അല്ലെങ്കിൽ വധുവായിട്ട് വരിക എന്നതും ഇതേ ഗ്രഹനില കൊണ്ട് കരുതേണ്ടതാണ്. രണ്ടാമത്തെ ഇദ്ദേഹത്തിൻ്റെ ആവശ്യമായിട്ടുള്ള വിവാഹം എന്ന് നടക്കുമെന്നതിനെക്കുറിച്ച് പറയാം. രണ്ടാമത്തെ ഇദ്ദേഹത്തിൻ്റെ ആവശ്യമായിട്ടുള്ള സർക്കാർ ജോലി. ലഗ്നത്തിലാണ് വ്യാഴം. ഗുളികൻ്റെ ദൃഷ്ടി ഉണ്ട് എന്നതൊഴിച്ചാൽ വ്യാഴം അവിടെ വളരെ നല്ലത് തന്നെയാണ്. ആ വ്യാഴവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെഗറ്റീവ്സിനെ ഒഴിവാക്കാൻ പരിഹാരങ്ങളുണ്ട്, കൃത്യമായ പരിഹാരങ്ങളുണ്ട്. അത് ചെയ്യുക വഴി വ്യാഴത്തെ കൊണ്ടുള്ള അനുകൂല ഫലങ്ങൾ കൃത്യമായി തന്നെ ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരും. പരിഹാരങ്ങൾ എന്താണ് എന്ന് വിളിച്ച ആളുകളോട് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്കത് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കർമ്മസ്ഥാനം എന്ന് പറയുന്നത് ചിങ്ങം, ഭരിക്കുന്നത് സൂര്യൻ, അവിടെ തന്നെ നിൽക്കുന്നു. അവിടെ ശുക്രനുമുണ്ട്. ഇദ്ദേഹത്തിന് സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ല ഒരു വ്യക്തി കൂടിയാണ്. അതായത് പഠന സംബന്ധമായ കാര്യങ്ങൾക്കായാലും, അല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായി വർക്ക് സ്പേസിനെ കാണുന്ന രീതിയിലായാലും എല്ലാം തന്നെ വളരെ മിടുക്കനായിട്ടുള്ള, വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരാൾ കൂടിയാണ്. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിനുള്ള ഫലം ഒരുവിധം ആയി തന്നെ കിടക്കുകയാണ്. അതൊന്നും സ്വന്തം പക്ഷത്തേക്ക് വലിച്ചു കയറ്റുക എന്ന് പറയുന്നൊരു ജോലിയാണ് ഇനി അദ്ദേഹത്തിനുള്ളത്. ഇത്തരക്കാർക്ക് 10-ൽ സൂര്യനൊക്കെ, സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ 10-ൽ സൂര്യൻ വളരെ നല്ലത് തന്നെയാണ്. അതുകൊണ്ട് അതിനെ ഓർത്ത് ബുദ്ധിമുട്ടേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒരു ചെറിയൊരു ലാഗ്, ഒരു കാലതാമസം അതിന്
ഉണ്ടാകും, അത് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ ഈ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും അതുവഴി ലഭിക്കുന്ന പണവുമായി ബന്ധപ്പെട്ടിട്ടുമൊക്കെ രണ്ടിലെ ഗുളികൻ എന്തെങ്കിലുമൊക്കെ ചന്ദ്രനോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് നവാംശത്തിലും ഗുളികൻ അവിടെ തന്നെ ആയതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് സമ്മാനിക്കാവുന്നതാണ്. അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ പ്രായോഗികമായി ചിന്തിച്ച് നടപ്പിലാക്കുക എന്ന് പറയുന്ന ഒരു പോംവഴി മാത്രമേ അതിലുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ വിവാഹം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ ദശ 7/11/2021 വരെ സൂര്യദശയായിരുന്നു. അതിനുശേഷം ചന്ദ്രനാണ് 2031 വരെ. 2031 വരെ എന്ന് പറയുമ്പോൾ ചന്ദ്രദശ, ചന്ദ്രനോടൊപ്പം ഗുളികനുണ്ട്. അപ്പോൾ ആ ദശയെ അല്പം കരുതി തന്നെ ഇരിക്കണം. അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ്, അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ, അതുപോലെ തന്നെ ചെറിയ ചില ആങ്സൈറ്റി ഇഷ്യൂസ്, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ചില എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചെറിയ രീതിയിലുള്ള ഡിപ്രഷൻ പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഇത്തരം സമയത്ത് ചിന്തിച്ച് തന്നെ അല്ലെങ്കിൽ കരുതി തന്നെ ഇരിക്കണം എന്നതിനർത്ഥമുണ്ട്. അദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് കേതു ദശയിലായിരുന്നു ജനനം. മൂലമാണ് നക്ഷത്രം. കേതു ദശയിലായിരുന്നു ജനനം. 95 വരെ കേതു, 2015 വരെ ശുക്രൻ, 2021 വരെ സൂര്യൻ, 2031 വരെ ചന്ദ്രൻ, അതിനുശേഷം ചൊവ്വ 2038 വരെ, അതിനുശേഷമാണ് രാഹു 2056 വരെ. ശേഷം ഗുരു, ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ചന്ദ്രനിൽ ഗുരുവിൻ്റെ അപഹാരമാണ്. 2-ൽ ഗുളികനോടൊപ്പം നിൽക്കുന്ന ചന്ദ്രനും ലഗ്നത്തിൽ ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ഗുരുവും. അപ്പോൾ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ട് 5-ാം ഭാവത്തിൻ്റെ അധിപൻ കൂടാണ്. അതിനെ ബലപ്പെടുത്തുക വഴി, അതിനെ ശക്തിപ്പെടുത്തുക വഴി ഗുരുവിൻ്റെ ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുകയും ചന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെഗറ്റീവ്സിനെ ഒരു പരിധി വരെ വരുതിയിൽ നിർത്തുകയും ചെയ്യും. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.